എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ 2024? അല്ല കുറച്ചുകൂടെ ഈ ബേസ് ലെറ്റർ എങ്ങനെയാണോ ഈ ഗുരുവായൂരമ്പലടയിൽ ഷോട്ടിന്റെ ഒക്കെ ഇടയ്ക്ക് അതിന്റെ മെയിൻ ആണ് ഷോട്ടൊക്കെ ഇതേപോലെ ഒരു ടേക്ക് 2 ടേക്കൊക്കെ പോകുന്ന സമയത്ത് പുള്ളിയുടെ ടേക്ക് ഇപ്പൊ നമ്മൾ ടേക്കിനെക്കാളി കുറച്ച് മുന്നേ ഒന്ന് ഓക്കെ ആയിക്കഴിഞ്ഞ് നമ്മളത് എത്ര കണ്ടേ ആ മോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അതിപ്പം ആ സെറ്റ് മൊത്തത്തില് ശരിക്കും ലാലേട്ടന്റെ ക്യാമിയ ഉണ്ടോ? ഒന്നും അറിയില്ല. പ്രേമലു 2 ഉണ്ടാവും ലാലേട്ടൻ മദ്യത്തിന്റെ പേരുള്ള ബാലിച്ചേട്ടന്റെ സിനിമ ഹണീബി 2 സിനിമയുണ്ട്. അല്ല മദ്യത്തിന്റെ അനശ്വര ഡബിൾ റോൾ അഭിനയിച്ച സിനിമ. ഡബിൾ റോള് മറ്റേ ഇതിനകത്ത് 15-20 മിനിറ്റ് ഇന്റർവ്യൂ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അസിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ജനുവരിയിൽ എന്ന് സ്വന്തം മലയാളം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വി ഹാവ് അർജുൻ അശോകൻ, അനശ്വര, ബാലു വർഗീസ് ആൻഡ് ഡയറക്ടർ. സോ 4 പേർക്കും വെൽക്കം. എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ 2024? നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായിരുന്നു. വളരെ വളരെ നല്ല വർഷം തന്നെയായിരുന്നു. നമ്മളുടെ കരിയർ വൈസും മലയാള സിനിമ വൈസും നല്ല രസമുള്ള സിനിമകൾ കുറേ വന്നിരുന്നു. അപ്പോൾ അതിന്റെ ചില സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. സോ വെരി ഹാപ്പി. നിങ്ങൾക്ക് രണ്ടുപേർക്കും അടിപൊളി വർഷമായിരുന്നു. കാരണം നല്ല കുറെ പടങ്ങൾ ഇറങ്ങി. മലയാള സിനിമ ബാക്ക് ടു പവർ എന്നുള്ള രീതിയിലായിരുന്നു ഈ വർഷത്തെ ഫെബ്രുവരി. ഫാബുലസ് ഫെബ്രുവരി എന്ന് പറയുമ്പോൾ ആൾക്കാർ പേരിട്ട് വിളിച്ചു. കാരണം ഇറങ്ങിയ എല്ലാ ടൈപ്പ് ഓഫ് പടങ്ങളും എല്ലാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജോണേഴ്സ് ആണെങ്കിലും ഓഡിയൻസ് നല്ല രീതിക്ക് അക്സെപ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു, ഹാപ്പി ആയിരുന്നു. പോരാ അതെ, ഒരുപാട് നല്ല സിനിമകൾ കണ്ടു, നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റി. അതൊക്കെ നല്ല സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഡയറക്ടർ സാർ പറയൂ. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു സിനിമ ചെയ്യാൻ പറ്റി. അതാണ് 2024 എനിക്ക് സ്പെഷ്യൽ. ശരിക്കും ഈ സിനിമ വന്ന ജോണറും അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആ സാഹചര്യം ഒക്കെ ഭയങ്കര എന്റർടൈനിങ് ആണ്. ശരിക്കും നിങ്ങൾ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ച ഫാക്ടറികളിൽ ഏതാണ് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത്? ഈ സിനിമയില് കഥ തന്നെയായിരുന്നു. കഥ കേട്ടിട്ട് അതിനകത്ത് ഇപ്പോൾ ഇങ്ങനെ നമ്മള് ട്രെയിലറിൽ പറയുന്നുണ്ട് പള്ളിമേടയിൽ പാതിരിക്കൊപ്പം പെൺകുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റക്കാവുന്ന ഒരു പരിപാടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അവർ പറഞ്ഞു പോയത്. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മൾ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ചത് ചെയ്യാൻ. അനുശ്വരയുടെ ക്യാരക്ടർ കുറച്ച് കരിയറിൽ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് കണ്ടുവച്ചിട്ട്. അപ്പോൾ ശരിക്കും എന്താ അവിടെ ഫീൽ ചെയ്തൊരു ഫാക്ടർ ഇതിലേക്ക് ഇന്നായപ്പോ? എനിക്കതിന്റെ സ്റ്റോറിയാണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഒരു സ്റ്റോറി, ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നി കഥ കേട്ട സമയത്ത്. അത് കഴിഞ്ഞ് പടം തുടങ്ങിയ സമയത്ത് നമ്മൾ ഇമാജിൻ ചെയ്തൊരു രീതിയിലേ അല്ല മൊത്തത്തിലുള്ള പരിപാടി. അതിപ്പം സെറ്റ് വർക്കും ക്യാമറയും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് മൊത്തത്തിൽ ട്രീറ്റ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ക്യാരക്ടറാണെങ്കിൽ പാവം പെൺകുട്ടി അവിടെ ഒരു പള്ളിയിലെത്തുന്ന അവിടുത്തെ ഒരു പാവം പെൺകുട്ടി എന്നുള്ളൊരു ക്യാരക്ടർ. അതെനിക്ക് ചെയ്ത സമയത്ത് ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു ഒരു ക്യാരക്ടറാണ്. ഈ കഥ പറയുമ്പോ ലുക്കും കൂളിംഗ് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ കഥ പറഞ്ഞപ്പോ ഈ ലുക്ക് ഇങ്ങനെ ആയിരിക്കും, ഇയാളെ കുറച്ച് എക്സെൻട്രിക് ആണ്. ക്യാരക്ടറൈസേഷൻ പറഞ്ഞിട്ടുണ്ടായി, അല്ലാണ്ട് കോസ്റ്റ്യൂമും ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അത് അവിടെ വന്നിട്ടായിരുന്നു. അവിടെ വന്നിട്ട് ഇവര് അതിനു മുമ്പ് പ്രിപ്പയർ ചെയ്തായിരുന്നു പ്രീക്ക്. പക്ഷെ ഞാൻ ട്രൈ ചെയ്യണത് അവിടെ ലൊക്കേഷനിലെത്തി ഫസ്റ്റ് ഡേ ആയിരുന്നു. പക്ഷെ ഇങ്ങനത്തെ പ്ലാൻ ഉണ്ട്, ഒരു കന്നഡ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് അവരുണ്ടാക്കിയതാണ്. ഈ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇയാള് തലമുറകളായിട്ട് കള്ളൻ ഫാമിലിയിൽ പെട്ട് വന്ന് കുറെ ആന്റീക്ക് ഇഷ്ടപ്പെടുന്ന, ആന്റീക്ക് മാത്രം നോക്കിക്കണ്ട് അടിച്ചു മാറ്റുന്ന ഒരു കള്ളനാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അവിടെ എത്തുമ്പോൾ ഇവർ ഈ ഒരു സാഹചര്യത്തിൽ കാണുകയും ഇയാള് പിന്നെ ബാക്കി പരിപാടികൾ അയാളുടെ രീതിക്ക് പിടിക്കാൻ നോക്കുന്നത് ആണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എങ്ങനെ ഫസ്റ്റ് മീറ്റ് ചെയ്യണൊക്കെ? അപ്പൊ ഏത് സെറ്റിലായിരുന്നു? സെറ്റിലല്ല, നമ്മൾ അല്ലെങ്കിൽ റാൻഡംലി കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് സിനിമകളിൽ കണ്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഓർക്കൂട്ടിലാണ് പണ്ട് ഒരുമിച്ച് മീറ്റ് ചെയ്യണത്. 2010 കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല, പക്ഷെ ആ സമയത്ത് മീറ്റ് ചെയ്യുന്നത് 10-11. നിങ്ങള് ഫസ്റ്റ് കാണുന്ന സൂപ്പർ ശരണ്യയുടെ സമയത്താണ് അതായിട്ട്. ഈ ഫസ്റ്റ് അർജുനന്റെ ശ്രദ്ധിക്കണതായിരുന്നു. ബിടെക്
ബിടെക് ആയിരുന്നു. ബിടെക്കിലായിരുന്നു. അല്ല ബിടെക് ആയിരുന്നു. അത് നാട്ടിലൊക്കെ ഷൂട്ട് ചെയ്ത്. പൈനൊക്കെയായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പൊ നമ്മളങ്ങനെ പോയി കണ്ട സിനിമയാണ്. മൃദുലേട്ടനൊക്കെ നമ്മളെ നാട്ടുകാരനാണ്. അപ്പൊ അങ്ങനെ പോയി കണ്ട സിനിമയാണ് ബിടെക്. ഫസ്റ്റ് കാണുന്നത് അതാണ്. ബാലുശ്ശേനെ ഞാൻ സെറ്റിൽ നിന്നാണ് ഈ പടത്തിന്റെ സെറ്റിലാണ് നമ്മൾ അതായിട്ട് കാണുന്നത്. ഞാനൊരു ചെറിയ സെഗ്മെന്റിലേക്ക് പോവാം. ഇറ്റ്സ് ലൈക്ക് ഞാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ അർജുൻ ചേട്ടനെ കുറിച്ചുള്ള കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് എല്ലാവരും ചോദിക്കും. ആൻസർ പറയണം. ഓക്കെ? അർജുൻ ചേട്ടന്റെ എത്രാമത്തെ സിനിമയാണ് എന്ന് സ്വന്തം ഉണ്ണിയാളെ? എനിക്ക് തന്നെ അറിയാം. ഒരു 30-35. 34 ഞാൻ കേട്ടെ. 34. പെട്ടെന്ന് അർജുൻ ചേട്ടൻ ഗണേശൻ എന്ന ക്യാരക്ടറായിട്ട് അഭിനയിച്ച സിനിമ? അജയചന്ദ്രൻ. അല്ല അല്ല. ക്ലൂ കൊടുക്കണതിന് ക്ലൂ കൊടുക്കണ്ട. അർജുൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ സിനിമ റിലീസായ വർഷം? അല്ലല്ല, കഴിഞ്ഞ വർഷം ഈ 2024 ആയിരിക്കും. അല്ല 24 മൂന്നോടം. 23. അർജുൻ ചേട്ടൻ പോലീസായിട്ട് അഭിനയിച്ച ആദ്യ സിനിമ? മറ്റേ Once Upon a Time. അല്ല, അത് പറഞ്ഞു. എനിക്ക് പറയാൻ ആവശ്യം ഉണ്ടാവും. അത് ഞാൻ മറ്റുള്ളവരെ പറ്റിയുള്ള ചോദ്യം ഞാൻ ചോദിക്കാം. അർജുൻ ചേട്ടന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് വിത്ത് ഇയർ? 1990 ഇയർ എനിക്കറിയാം. 1991. അല്ല 1993. ഡേറ്റ് അറിയില്ല. പെട്ടെന്ന് പറ. ഓഗസ്റ്റ് 24. അതായത് 15-20 മിനിറ്റ് ഇന്റർവ്യൂ കേട്ടോ. അതുകൊണ്ടല്ലേ പെട്ടെന്ന് തീർക്കണം. അർജുൻ ചേട്ടന്റെ ഇൻസ്റ്റാഗ്രാം ഡിപിയിലുള്ള സെലിബ്രിറ്റി, ഒപ്പമുള്ള സെലിബ്രിറ്റി? അർജുൻ ചേട്ടൻ പറയല്ലേ, ഇത് ഇവര് പറയണം. അങ്ങനെയാണ് കളി. അർജുൻ ചേട്ടന്റെ സിനിമകളിലെ ഏറ്റവും ഫേമസ് ഡയലോഗ്? ശരി, ഡയലോഗിൽ ഏറ്റവും ഫേമസ് റിയാക്ഷൻ ആണ്. ഇനി ബാലുചേട്ടനെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങൾ. ശ്രീനിവാസൻ സാറിന്റെ ചെറുപ്പമായിട്ട് അഭിനയിച്ച സിനിമ? ശ്രീനിവാസൻ ചെറുപ്പകാലമായിട്ട് അഭിനയിച്ചു. ഇന്ദ്രജിത്തിന്റെ അഭിനയിച്ച അറിയാം. അതെല്ലാവർക്കും അറിയാം. ഇത് ചാന്തോട്ട് ശ്രീനേട്ടൻ. ബാലുചേട്ടന്റെ 2 സിനിമകൾ പാടിയിട്ടുണ്ട് ബാലുചേട്ടൻ. ഏതൊക്കെയാണ്? ചങ്സിൽ പാടിയിട്ടുണ്ട്. വിജയ് സൂപ്പറിൽ ഒരു പടം കൂടി ഉണ്ട്. അപ്പൊ ഇതില് പാടിയിട്ടില്ലേ? സുനാമിയില് പാടിയിട്ടില്ലേ? എല്ലാരും പാടി. ഒരു സൂപ്പർ സ്റ്റാറിന്റെ നെയിമുള്ള ക്യാരക്ടറായിട്ട് ബാലുചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയുടെ. ഒരു വേൾഡ് ഫേമസ് സൂപ്പർ സ്റ്റാർ. ഡിക്കാപ്രിയോ അല്ലേ സ്റ്റൈലില്. ഓക്കെ, മദ്യത്തിന്റെ പേരുള്ള ബാലുചേട്ടന്റെ സിനിമ ഏതാണ്? ഹണീബി. 2 സിനിമയുണ്ട്. ഹണീബി 2. അല്ല, മദ്യത്തിന്റെ അല്ല, അതുണ്ട്. ഒരു മിനിറ്റ്. മദ്യത്തിന്റെ പേരുള്ള ക്യാരക്ടറായിട്ട് ബാലുചേട്ടൻ അഭിനയിച്ച സിനിമ? ഈ മദ്യത്തിന്റെ പേരറിയത്തോണ്ട് അല്ലല്ല, ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഇല്ലേ ക്യാമിയോ ആയിരുന്നു ആ സിനിമയിൽ. ജാക്ക് ഡാനിയൽ. ജനമൈത്രിയില്. ഓക്കെ, ഇനി അനശ്വരനെ പറ്റിയുള്ള കുറച്ച് ചോദ്യങ്ങൾ. അനശ്വര ഡബിൾ റോൾ അഭിനയിച്ച സിനിമ? ഡബിൾ റോള് മറ്റേ ഇതിനകത്ത് ആദ്യ രാത്രിയിൽ അഭിനയിച്ചിട്ടില്ല? അത് ഡബിൾ അല്ല. ഓക്കെ, അനശ്വരയുടെ ആദ്യ സിനിമ റിലീസായ വർഷം? അവിടെ 2017 അല്ലേ? അനശ്വരന്റെ ബാക്കിയുള്ളവരല്ലേ പറയണ്ടേ? 2017 ഫിലിം ഫെയർ കിട്ടിയ പടം ഏതാണ് അനശ്വരക്ക്? നേരത്തെ കിട്ടിയെന്ന് പറഞ്ഞു. അനശ്വരയുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത? 3 മില്യൺ. 1 മില്യൺ. 2 അല്ല 1.7 മില്യൺ. പറയണ്ടേ? 2 മില്യൺ മൈനസ് ഇത്ര ലക്ഷം. ഓക്കെ, അനശ്വരയുടെ ഹിന്ദി സിനിമയുടെ പേര്? അതിപ്പോ ഇവിടെ പറയണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. അറിയായിരുന്നു, പക്ഷെ മറന്നു. നന്നായത്. അനശ്വര തമിഴ് സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്തിട്ടുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ? അല്ല, വേറൊരു സൂപ്പർ സ്റ്റാർ. തൃഷ. പറഞ്ഞത് എന്താ?
ഓക്കെ സോ എങ്ങനെയുണ്ടായിരുന്നു സെഗ്മെന്റ്? സൂപ്പർ മാരിയോ. ഞാൻ ഈ സെഗ്മെന്റ് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആണ്. പക്ഷെ വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ശരിയായിരുന്നു. അതെന്താ ചെയ്യാ, എല്ലാരും പറഞ്ഞു കൊടുക്കും. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കരുത്. ഇനി ആര് വന്ന് ഈ സെഗ്മെന്റ് വന്നാലും പറഞ്ഞു കൊടുക്കരുത്. ഓക്കെ ശരി സാർ. ഇപ്പൊ സെറ്റിലെ വിശ്രമമേള പൊതുവെ വൈബാക്കാൻ നിങ്ങൾ ലൂഡോ കളിക്കും. ആരാ ഏറ്റവും അടിപൊളിയായിട്ട് ലൂഡോ കളിക്കുക? ഡയറക്ടറാണോ? ഇല്ല ബാറ്ററിനെ കൂട്ടാറില്ല, പണിയടക്കൂലല്ലോ. എല്ലാരും കൂടി ലൂഡോ കളിച്ചതൊക്കെ കുട്ടികളെ പറ, ലൂഡോ സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? പാപ്പന്റെ ഒരാളുണ്ട് കൂടെ, നമ്മുടെ കോസ്റ്റ്യൂമിലെ പാപ്പൻ. അടിപൊളിയാ മൂപ്പറായിട്ട് ലൂഡോ കളിക്കാൻ. വേറെന്താ, ഫുഡ് കഴിക്കാനോ? ആ ഏരിയയില് അത് നമ്മള് കുട്ടിക്കാലത്തായിരുന്നു ഷൂട്ട്. ഉണ്ണിയപ്പം ഒപ്പിക്കുമായിരുന്നു. പക്ഷെ അല്ലാതെ മറ്റേ അങ്ങനെ ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു കുന്നിന്റെ മുകളിലായിരുന്നു ഷൂട്ട്, അങ്ങോട്ടേക്ക് എത്തണ്ടേ ഫുഡ്. ഈ പൊതുവെ കാസ്റ്റിങ്ങിലൊക്കെ ഈ പള്ളിയിലച്ഛന്റെ ക്യാരക്ടർ അങ്ങനെയൊക്കെ വരും ഭയങ്കര പെക്യുലർ ആണ്. അതായത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറെ ഫേസുകളുണ്ട്, അല്ലാതെ കുറച്ച് പേര് നമുക്ക് അധികം ഫെമിലിയർ അല്ലാത്ത, പക്ഷെ അവരൊക്കെ ഭയങ്കരമായിട്ട് രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കാസ്റ്റിംഗിൽ ഈ ഫസ്റ്റ് തന്നെ പെക്യുലർ ആയിരുന്നു ഈ ഒരു സെറ്റ് ഓഫ്. അതെ, അത് നമ്മുടെ റൈറ്റർ സാംജി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്യാരക്ടർ ഇന്ന ആള് എന്ന് ആദ്യം ഒരു മനസ്സ് വന്ന ആളുകളെ തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അവരോട് പറഞ്ഞ ഔട്ട്ലുക്ക് എന്താ ഇപ്പൊ പള്ളിയിലച്ഛന്റെ ഒക്കെ വരുമ്പോഴത്തേക്ക്? ഒരു നമ്മുടെ സ്ഥിരം കണ്ടുവരുന്ന പള്ളിയിലച്ഛന്മാരുടെ ഒരു ലോഹം ഉണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്നിലൊരു ബന്ധമില്ലാത്ത ഒരു യൂണിവേഴ്സ്, വേറൊരു പരിപാടി പിടിക്കാനാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. ഈ രഞ്ജി സാറിന് അങ്ങനത്തെ ഒരു ഷെയ്ഡ് കൊടുക്കാന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം എന്ത്? ഇത് അങ്ങനെ അങ്ങ് തോന്നി, ഡിഫറെന്റ് ആയിട്ട് നമ്മള് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന്റെ ഭാഗമായിട്ട്. ഈ ശരിക്കും നമ്മളോട് ക്ലോസ് ആയിട്ടല്ലാത്തൊരു ക്യാരക്ടർ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ അതിനെ കുറിച്ച് പഠിക്കുക, അതെങ്ങനെയായിരിക്കും പ്രസന്റ് ചെയ്യാന്നുള്ളതൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുമല്ലോ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും അങ്ങനെ എങ്ങനെ നിങ്ങൾ ആസ് എൻ ആക്ടർ വർക്ക് ചെയ്യുക ഒരു ഇതിലൊക്കെ? അല്ല, പല സിനിമ പല രീതിയിലാണ്. ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സിൽ ചെയ്യുമ്പോൾ അതിനകത്ത് ശരിക്കും ആളുകളുണ്ടായിരുന്നു നമുക്കപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ച് അവരുടെ അടുത്തുള്ള മീറ്റിംഗ് ആയിരുന്നു അതിനകത്ത് ഹെൽപ്പ് ചെയ്തത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരാളുടെ തന്നെ എനിക്കറിയില്ല. പക്ഷേ ഒരു പള്ളിയിലച്ഛനാകുമ്പോൾ എന്തോരം പുള്ളിയുടെ ഒരു പിടുത്തം ഉണ്ടാവും. കറക്റ്റ് സ്കെയിലിൽ വലിച്ചേട്ടൻ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പലപ്പോഴും ചില സീനുകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വലിച്ചേട്ടൻ ഇഷ്ടമുള്ള ചില എലമെന്റ്സ് ഉണ്ടാവുമല്ലോ, വലിച്ചേട്ടൻ ചെയ്യുന്ന ചില അതറിയാതെ നമ്മൾ വരും. അപ്പോൾ വലിച്ചേട്ടൻ പള്ളിയിലച്ഛനാണ്, അത് കറക്റ്റ് സ്കെയിലിൽ വലിച്ചേട്ടൻ പിടിച്ചിട്ടുണ്ട് ഈ പടത്തിൽ. അനുസരിക്കുന്നുണ്ടോ അങ്ങനെ ഈ ഭയങ്കര ക്ലോസ് അല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂഷനും അതെങ്ങനെ ഞാൻ ചെയ്താൽ റെഡി ആവുമോ എന്നുള്ള തോട്ടൊക്കെ? അത് വരാറുണ്ട്. നമ്മൾ ചെയ്യാത്തൊരു ക്യാരക്ടർ, അതിപ്പോ ഒരു ക്യാരക്ടറും ഞാൻ ചെയ്തതിൽ എന്നായിട്ടോ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറോ അങ്ങനെ ഒന്നുമല്ല. അതിപ്പോൾ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ചെയ്യും, ഫസ്റ്റ് ഒക്കെ ഷൂട്ടിന് കയറുമ്പോൾ അതെങ്ങനെ ചെയ്യും, ഏത് മീറ്റർ ചെയ്യുന്നൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും. ഡയറക്ടർ വിഷനാണ് നമ്മളത് എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊക്കെ ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യും. ഈ അർജുന ഇതുപോലത്തെ ക്യാരക്ടർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിൽ ചെയ്ത പോലത്തെ? ഇല്ല, ഇത് മഹേഷിന്റെ പരിപാടി പറഞ്ഞ രീതിക്ക് തന്നെ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മേജറായിട്ട് ചെയ്യാൻ നോക്കിയത്. എക്സൻട്രിക് ആയിരിക്കും, കുറച്ച് കിടി പോയ ടൈപ്പ് ഓഫ് പരിപാടി ആയിരിക്കും, എന്താണെന്ന് പിടുത്തം കൊടുക്കാത്ത ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറാണ്. ഇതൊക്കെ വെച്ചിട്ട് 2-3 ദിവസം ട്രയൽ ആൻഡ് എറർ ഒക്കെ അടിച്ച് സെറ്റാക്കി എടുത്തു. നിങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും നല്ല നറേഷൻ ഏത് ഡയറക്ടറുടെ? ശരിക്കും ആ ഒരു ക്യാരക്ടർ പറയുമ്പോ തന്നെ ഭയങ്കര ഇതായിട്ടുള്ള? എനിക്ക് രാഹുലേട്ടന്റെ നറേഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബ്രഹ്മയുഗം ഭയങ്കര അടിപൊളിയാണ്. എന്തായാലും തന്ന ഔട്ട്ലുക്ക് ശരിക്കും അത് അപ്പൊ പറഞ്ഞു, പക്ഷെ ഭയങ്കരമായിട്ട് കൺവിൻസിങ് ആയിരുന്നു, പൊളിയായിരുന്നു. കാരണം അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ. അപ്പൊ അത് നല്ല രീതിക്ക് മനസ്സിലാക്കി. അനുസരിക്ക് ഗിരീഷേട്ടനൊക്കെ നറേറ്റ് ചെയ്യുമ്പോ കുറച്ചുകൂടെ ഒരു ഭയങ്കര നോർമലായിട്ട് ചെയ്താൽ മതി, ഓവറാക്കണ്ട എന്നുള്ള ഒരു പോയിന്റ്. ഗിരീഷേട്ടൻ കഥ പറഞ്ഞിട്ട് തന്നെ അങ്ങനെയാണോ? പുള്ളി കഥ പറയുന്നതിലല്ല, അത് മേക്ക് ചെയ്തെടുക്കുന്നതിലാണ് പുള്ളി കിഡ്ലായിട്ട് ചെയ്യുന്നത്. നറേറ്റ് ചെയ്യുമ്പോ പുള്ളി അത് അങ്ങനെ ഷോട്ട് എടുക്കുമ്പോഴും നമ്മൾ ഡൗട്ട്ഫുൾ ആവും. അതെ, അതൊക്കെ അത് പിന്നെ പുള്ളി ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യൊന്നുമില്ല, ഭയങ്കര അടിപൊളി അങ്ങനെ ഒന്നും പറയില്ല, അടിപൊളി ഒന്നും ഇല്ല അറിയില്ല.
അപ്പൊ നമ്മൾ പോയി ചോദിച്ചാ അത് ഓക്കെയാണോ, ആ ഓക്കെയാടാ അത് ഓക്കെയാണ്, അത് ഓക്കെയാണ് എന്ന് പറഞ്ഞ പുള്ളി പോവും. അപ്പൊ പിന്നെ ആരെങ്കിലും പറഞ്ഞത് ഓക്കെ ആണെന്ന് പറയുമ്പോഴേ നമുക്ക് സമാധാനം ആവുള്ളൂ. പുള്ളി അങ്ങനത്തെ ഒരു അധികം എക്സ്പ്രസ് ചെയ്യാത്തൊരു ഒരു ഇതാണ്. ഡിജയും അതേപോലെ തന്നെയാണ്, അരുൺ ഡി ജോസ്. അത് ഓക്കെയാണ്, റൊമാൻസ് റൊമാൻസ്. നമുക്ക് ഡൗട്ട് ആവും, ഇത് ഓക്കെയാണ്. ഫ്ലോയിൽ നമ്മൾ മനസ്സിലാവും ഇവരിങ്ങനെയാണ് എന്നുള്ള രീതി. ഈ ബേസ് ലെറ്റർ എങ്ങനെയാണ് ഈ ഗുരുവായൂരമ്പലടയിൽ ഷോട്ടിന്റെ ഒക്കെ ഇടയ്ക്ക് കളിയാക്കിയിട്ടൊക്കെ? ഓ പിന്നെ അതിന്റെ മെയിൻ ആണ്. എന്തെങ്കിലും ഒരു ഷോട്ടൊക്കെ ഇതേപോലെ ഒരു ടേക്ക് 2 ടേക്കൊക്കെ പോകുന്ന സമയത്ത് പുള്ളിയുടെ ടേക്ക് ഇപ്പൊ നമ്മുടെ ടേക്കിനെക്കാളെ കുറച്ച് മുന്നേ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞ് നമ്മളത് എത്രയാണ് ആ മോഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി. അതിപ്പം ആ സെറ്റ് മൊത്തത്തില് ഗുരുവായൂരമ്പലയുടെ സെറ്റിൽ മൊത്തത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി അങ്ങനെ പോയൊരു ഷൂട്ടായിരുന്നു ബേസിലായിട്ട് വന്നത്. ഇതിലൊക്കെ എങ്ങനെ റീടേക്കുകളൊക്കെ കുറെ പോയ സീക്വൻസുകളുണ്ടോ? ആ പിന്നെ റീടേക്കുകളൊക്കെ വരാറുണ്ട്. ഇഷ്ടം പോലെ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ശരിക്കും മറ്റേ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആക്കി പോണ പരിപാടി അല്ലേ. എത്ര ടേക്ക് പോയാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് നമുക്ക് ആ കോമ്പറ്റീഷൻ മൂടോ ആ ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ വീണ്ടും പോകണമെന്നൊന്നും പ്രശ്നം ഉണ്ടാക്കും. ഞാൻ കുറച്ചധികം സ്പോയിലറുകൾ ഉണ്ട് കണ്ടുവച്ചിട്ട്. അപ്പൊ കൂടുതലും ചെയ്യും. ഇപ്പൊ കഥയിലെ നിർണായക ഭാഗത്ത് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ശരിക്കും എന്താ അത് കഥ പറയുമ്പോഴേ ആ സംഭവം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. വേണ്ട വണ്ടി വളച്ചോ? അല്ല പറയുമ്പോ അങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സ്. 3 ക്യാരക്ടേഴ്സിനും അങ്ങനത്തെ ഒരു ടേൺ ഉണ്ട് ഈ പടത്തില്. അപ്പൊ സോ അതിന്റെ ഫോട്ടോ അവരിട്ടിട്ടുണ്ട്. ഈ ഫസ്റ്റ് സിനിമ ചെയ്യുന്നതിന്റെ ഒരു ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. സിനിമ തീരുന്നവരുണ്ടായിരുന്നു. അപ്പൊ ഇവരെന്ത് പറയാ, അപ്പൊ ഇവര് പുറത്ത് കാണിക്കേണ്ടതെന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പരിപാടി. ടെൻഷൻ ഉണ്ട്, നന്നായിട്ട് പരിപാടി ചെയ്യണമല്ലോ. അപ്പോൾ ആ ടെൻഷൻ മനസ്സിൽ വെച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ പിടിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ഈ ഫസ്റ്റ് ഷോ കാണാൻ പോവുക അല്ലെങ്കിൽ റിലീസ് ദിവസം തിയേറ്ററിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സംഭവമാണല്ലോ. നിങ്ങളൊക്കെ എത്രത്തോളം അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഡേ എല്ലാവരും കൂടി ഇരുന്ന് കാണുമ്പോഴത്തേക്കും? ഫസ്റ്റ് ഡേ സേഫ് ആണ് നമ്മള്, കാരണം ഫുൾ ഫാമിലി ഫുൾ ഫ്രണ്ട്സും സിനിമ നമ്മൾ ചെയ്ത ക്രൂ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ടെൻഷൻ അടിക്കണ ശരിക്കും ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള ഷോസിനാണ്. അപ്പൊ നമുക്ക് പ്രോപ്പർ ജഡ്ജ്മെന്റും കാര്യങ്ങളും ഓഡിയൻസ് ചെയ്ത രീതിയിൽ ഇത് ആക്സെപ്റ്റ് ചെയ്ത് എന്താണ് പടത്തിന്റെ റിവ്യൂ നമ്മൾ പ്രോപ്പർ അറിയുന്നത് നമ്മൾ അപ്പോഴാണ്. FTFS ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്ന നമ്മുടെ ക്രൂ മെമ്പേഴ്സും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലി എല്ലാവരും തന്നെ ആയിരിക്കും. പക്ഷെ അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ്. നമ്മൾ ചെയ്തൊരു പരിപാടി ഇത്രയും പേരുടെ കൂടെ ഇരുന്ന് കാണുക. നമ്മുടെ കൂട്ടുകാരും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആണെങ്കിലും ആദ്യം റിസൾട്ട് വരണ പോലത്തെ ഒരു പരിപാടിയാണല്ലോ. എങ്ങനെ റിലീസ് ചെയ്യാൻ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഈ ഹണിബിയുടെ സമയത്തൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു? പിന്നെ ഞാൻ തിയേറ്ററിലേക്ക് പോകാൻ തന്നെ പേടിയായിരുന്നു, നിൽക്കണ്ടല്ലോ. പക്ഷെ മച്ചാനാണ് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോയത് തന്നെ തിയേറ്ററിലേക്ക്. അത് ഞാനും അങ്ങനത്തെ ഒരു സംഭവം ക്യാരക്ടറൊന്നും ചെയ്തിട്ടേ ഇല്ലല്ലോ. വേറൊരു രൂപവും വേറൊരു പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷെ അതും ഭയങ്കര ഒരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ആൾക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും, ആൾക്കാർ കൈയടിക്കുന്നു, അതുപോലെ എൻ്റെ കൂടെ ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് കിട്ടുമ്പോൾ നമ്മൾ മറ്റേ ഓക്കെ വർക്കായി. ആ ഒരു ഈ അനശ്വരക്ക് പറഞ്ഞ തണ്ണീർമത്തം കഴിഞ്ഞിട്ട് ഇറങ്ങണ ഭയങ്കര ഇപ്പോഴും ഭയങ്കര ആയിട്ട് കുറെ വ്യൂസ് ഒക്കെ ഉള്ള ഒരു വീഡിയോ ആണല്ലോ. ഇത് ഇറങ്ങി വന്ന മൂമെന്റ് നിങ്ങൾ റിയലൈസ് ചെയ്തല്ലോ സിനിമ ഹിറ്റായി എന്നുള്ളത്. ശരിക്കും അതൊക്കെ ഇപ്പോഴും ചെറിഷ് ചെയ്യണ ഒരു മൂമെന്റ് ആണ് ലൈഫിൽ, കരിയറിൽ. തണ്ണിമത്തനൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ നമ്മൾ ടീമായിട്ടിരുന്ന് കാണുന്നതും അത് ഇറങ്ങി കഴിഞ്ഞിട്ട് അത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടാണ് ഉച്ചക്കത്തെ ഷോക്കെ ഒക്കെ ആകുമ്പോഴാണ് അറിയുന്നത് പടം ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമായി ചിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതൊക്കെ ശരിക്കും ടീമായിട്ടിരുന്ന് കണ്ടതൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് അതൊക്കെ. റിലീസ് ദിവസം വരെയാണ്. അപ്പോൾ എന്താ ഏറ്റവും കൂടുതൽ പേടിയുണ്ടാണ് മൂമെന്റ്? ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താ? ആളുകൾ ഓഡിയൻസ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും പേടിപ്പെടുത്തുന്നതും സന്തോഷം നൽകുന്നതുമായിട്ടുള്ളൊരു പരിപാടി. ജനുവരി 10-ാം തീയതി പടം ഇറങ്ങും, തിയേറ്ററിൽ കാണാം. ചേട്ടാ ഒരു അപ്ഡേറ്റ് ചെയ്യാം, ബബ്ബപ്പേര് ശരിക്കും ലാലേട്ടൻ്റെ ക്യാമിയ ഉണ്ടോ? അതൊന്നും അറിയില്ല. ഓക്കെ, ശരിക്കും ഉണ്ടോ? അറിയില്ല. അല്ല എന്താ ഷൂട്ടൊക്കെ ഷൂട്ട് നടക്കണു.
ഇപ്പത്തെ ഷെഡ്യൂൾ തുടങ്ങി പിന്നെ ഷൂട്ട് എന്താന്ന് ചോദിക്കാനേ ഉദ്ദേശിച്ചത്. ഞങ്ങളിങ്ങനെ കേട്ടു കുറച്ച് കാര്യങ്ങളൊക്കെ. ഈ ഷെഡ്യൂൾ രണ്ടാമത്തെ ഷെഡ്യൂൾ ഇപ്പൊ തുടങ്ങി. എനിക്കും അടുത്ത മാസം ആദ്യം ഉണ്ടാവുള്ളൂ. ബാക്കി ഈ പ്രേമലു 2 ഉണ്ടാവും. ലാലേട്ടനുണ്ടോ? ഉണ്ടോ? അറിയില്ല. ഉണ്ടാവും. ഇല്ല ഇല്ല പ്രേമലു 2 ഇല്ല ഇല്ല അർജുട്ടാ അപ്കമിങ് സിനിമകളെ കുറിച്ച് റൊമാൻസ് ഇറങ്ങാനുള്ള അതല്ല അന്ന് എൻജോയ്ഡ് ആയത്. സംഗീതം ഓക്കെ, അതാ മേജർ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജനുവരി 10-ാം തീയതി ചിത്രം തിയേറ്ററിലേക്ക് എത്താണ്. അപ്പൊ അതല്ല എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ കരിയറിന് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രഷ്നെസ് എന്ന് സ്വന്തം പുണ്യാളം തരട്ടെ എന്ന് പുണ്യാളനോട് ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ഫോർ ദ ടൈം.